കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയം ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് 3 ഇടയ കുഞ്ഞുങ്ങൾക്ക്, ഫ്രാൻസിസ്കോ, ജസീന്ത, ലൂസി എന്നീ 3 ബാലികമാർക്കും ഒരു ബാലനും, 2 ബാലികമാർക്കും ഒരു ബാലനും ഈ ലോകത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ചില സന്ദേശങ്ങൾ കൈമാറിയതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. തുടർച്ചയായ 6 മാസത്തോളം അമ്മ പ്രത്യക്ഷപ്പെട്ട് 1917 ഒക്ടോബർ മാസം 13-ാം തീയതി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ അവസാനിക്കുകയാണ്. 1917 മെയ് മാസം 13-ാം തീയതി മുതൽ 1917 ഒക്ടോബർ മാസം 13-ാം തീയതി വരെ എല്ലാ മാസത്തിൻ്റെയും 13-ാം തീയതി, ഓഗസ്റ്റ് മാസം ഒഴിച്ച്, കാരണം നമുക്കറിയാം ഓഗസ്റ്റ് മാസത്തിൽ കുട്ടികളെ ഗവൺമെൻറ് അധികാരികൾ തട്ടിക്കൊണ്ടുപോയത് മൂലം അവർക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. എങ്കിലും ഓഗസ്റ്റ് മാസത്തിൽ മറ്റൊരു ദിവസം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അമ്മ തെരഞ്ഞെടുത്ത ദിവസം 13-ാം തീയതിയാണ്. അങ്ങനെ ഈ 6 മാസത്തിൽ 13-ാം തീയതി പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ കൈമാറിയത് നാം കണ്ടു കഴിഞ്ഞു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇനി ഒക്ടോബർ മാസം 13-ാം തീയതിയുടെ ആ സൂര്യനിൽ പ്രവർത്തിച്ച വലിയ അത്ഭുതം, പരിശുദ്ധ അമ്മയുടെ സന്ദർശനം ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് ലോകത്തിന് മുഴുവൻ നൽകുകയുണ്ടായി. സൂര്യനിലെ പ്രത്യക്ഷപ്പെടൽ, സൂര്യൻ്റെ ഇടപെടൽ, സൂര്യൻ ഈ ഭൂമിയിലേക്ക് ആടി ഉലഞ്ഞ് താണു വന്നതും, സൂര്യൻ മുകളിലേക്ക് ഉയർന്ന തൻ്റെ ഭ്രമണപഥത്തിൽ സ്ഥാനം പിടിച്ചതുമൊക്കെ 70,000-ഓളം ജനങ്ങൾ കണ്ടുകൊണ്ട് നിന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം യാഥാർത്ഥ്യമാണെന്നും ഇത് സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലാണെന്നും ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി മുന്നോട്ടുള്ള 2-3 എപ്പിസോഡുകളിൽ ഈ 3 കുട്ടികൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും അവരുടെ ജീവിതം എപ്രകാരം ക്രമീകരിക്കപ്പെട്ടുവെന്നും നാം കാണുവാൻ പരിശ്രമിക്കുകയാണ്. ഇവരിൽ ഏക ബാലനായിരുന്ന ഫ്രാൻസിസ്കോ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ നൽകിയ ഓരോ സന്ദേശങ്ങളും വളരെ ഗൗരവമായി അവൻ എടുക്കുകയുണ്ടായി. അമ്മയുടെ സന്ദേശങ്ങൾ ഫ്രാൻസിസ്കോ ഗൗരവമായിട്ട് എടുക്കുകയും എല്ലാ ദിവസവും നിരവധി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. വെറും 9 വയസ്സ് മാത്രമാണ് അവനും നമ്മൾ ഓർക്കണം. ഇങ്ങനെ ആ കൊച്ചു പ്രായത്തിൽ പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും ആഴത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ആത്മാക്കളെ നേടുവാൻ ഫ്രാൻസിസ്കോ തൻ്റെ ജീവിതം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു. വീണ്ടും ഫ്രാൻസിസ്കോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു കാര്യം ഇപ്രകാരമാണ്.
അവൻ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ ആരംഭിച്ചു, ത്യാഗങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു. അങ്ങനെ സഹനങ്ങളിലൂടെയും ത്യാഗത്തിലൂടെയും പരിശുദ്ധ അമ്മ നൽകിയ നിർദ്ദേശപ്രകാരം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അവൻ സ്വന്തം ജീവിതം ബലിയായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ കൊച്ചുകുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലിയൊരു തിരിച്ചറിവാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും ആത്മാക്കളെ നേടുവാൻ സാധിക്കുമെന്നും കൊച്ചുകുട്ടികളുടെ പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട് എന്നും നാം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കൊച്ചുനാളിൽ നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കുട്ടികൾ പ്രാർത്ഥിച്ചാൽ അത് ദൈവം പെട്ടെന്ന് കേൾക്കുമെന്ന്. ഏതാണ്ട് ഈ ഒരു ആദർശത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് ഫ്രാൻസിസ്കോയുടെ ജീവിതത്തിലും നമ്മൾ കാണുക. കുട്ടികൾ പ്രാർത്ഥിച്ചാൽ ദൈവം പെട്ടെന്ന് കേൾക്കും. ഫ്രാൻസിസ്കോ പ്രാർത്ഥിച്ചു, അനേകം ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടുവാൻ ഫ്രാൻസിസ്കോയ്ക്ക് സാധിച്ചു. ത്യാഗം ചെയ്യുവാനും പരിത്യാഗം ചെയ്യുവാനും സഹനങ്ങളും വേദനകളും ഏറ്റെടുത്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുവാനുമുള്ള പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശം അവൻ അച്ചട്ടായി തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു. പരിശുദ്ധ അമ്മ 1917 പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടെ എമ്പാടും ഒരു മാരകമായ പകർച്ചവ്യാധി വ്യാപിച്ചു. ഈ പകർച്ചവ്യാധി ഫ്രാൻസിസ്കോയുടെ കുടുംബത്തെയും ബാധിച്ചു. അങ്ങനെ ഫ്രാൻസിസ്കോ രോഗബാധിതനായി തീർന്നു. ഏതാണ്ട് 20 മില്യൺ ജനങ്ങൾ ആ കാലഘട്ടത്തിൽ ഈ പകർച്ചവ്യാധി മൂലം മരിച്ചുപോയി എന്നാണ് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുക. അത്രമാത്രം മാരകമായ ഒരു പകർച്ചവ്യാധിയായിരുന്നു ആ ദേശത്ത് അന്ന് പൊട്ടിപ്പുറപ്പെട്ടത്. ഫ്രാൻസിസ്കോയെയും കുടുംബത്തെയും ഈ പകർച്ചവ്യാധി ബാധിക്കുകയുണ്ടായി. അവരെല്ലാം രോഗബാധിതരായി. എന്നാൽ ഫ്രാൻസിസ്കോയുടെ പിതാവ് മാത്രം ഈ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൈവം ഫ്രാൻസിസ്കോയുടെ പിതാവിനെ ഈ പകർച്ചവ്യാധിയിൽ സംരക്ഷിച്ചു. കാരണം അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി. അങ്ങനെ അദ്ദേഹത്തിന് ഈ പകർച്ചവ്യാധി ബാധിക്കാതെ അദ്ദേഹം സുരക്ഷിതനായിരുന്നു. ഫ്രാൻസിസ്കോയ്ക്ക് അതിശക്തമായ പനി, പകർച്ചവ്യാധിയുടെ എല്ലാ പീഡനങ്ങളിലൂടെയും അവൻ കടന്നുപോയി. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഒത്തിരി പേർക്കൊന്നും അവനെ സന്ദർശിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ തൻ്റെ സഹോദരിയായ ജസീന്ത ഫ്രാൻസിസ്കോയെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം ആശുപത്രിയിൽ പോവുകയാണ്. ആശുപത്രിയിൽ ചെന്ന ഉടനെ ഫ്രാൻസിസ്കോയെ ഇത്രമാത്രം വേദന കൊണ്ട് പിടയുന്ന ഫ്രാൻസിസ്കോയെ കണ്ട് ജസീന്ത കൊച്ചുകുട്ടി ഫ്രാൻസിസ്കോയോട് ഇപ്രകാരം പറഞ്ഞു, ഫ്രാൻസിസ്കോ, നീ വേദനകളൊന്നും പാഴാക്കി കളയരുത്. ഇതെല്ലാം നീ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നീ കാഴ്ചവെക്കണം. അങ്ങനെ ഈ കൊച്ചുകുട്ടി ഫ്രാൻസിസ്കോ ഒരുപക്ഷെ ഈ വേദനയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ മറന്നുപോയെങ്കിലോ എന്ന് ഓർത്ത് ഫ്രാൻസിസ്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുക, നീ ഇതൊന്നും പാഴാക്കി കളയരുത്. നിന്റെ ഈ സഹനങ്ങൾക്ക് വലിയ വിലയുണ്ട്. ഈ രോഗം ഒരുപക്ഷെ ദൈവം അനുവദിച്ചിരിക്കുന്നതാണെങ്കിൽ ഈ രോഗം കാഴ്ചവെച്ച്, നിന്റെ ഈ വേദന കാഴ്ചവെച്ച് അനേക ആത്മാക്കളെ നേടാനായിട്ട് നിനക്ക് സാധിക്കും. അതുകൊണ്ട് നീ ഇത് പാഴാക്കി കളയരുത് എന്ന് ജസീന്ത ഫ്രാൻസിസ്കോയെ ഉപദേശിച്ചു. അപ്പോൾ ഫ്രാൻസിസ്കോ ഇപ്രകാരം മറുപടി പറഞ്ഞു. വേദന കൊണ്ട് ഫ്രാൻസിസ്കോ പൊളയുകയാണെങ്കിലും ഫ്രാൻസിസ്കോ ഇപ്രകാരം മറുപടി നൽകുകയാണ്, ശരി, ഞാനിതൊന്നും പാഴാക്കി കളയില്ല. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഈ വേദനകൾ ഈശോയെയും പരിശുദ്ധ അമ്മയെയും ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ കാഴ്ചവെക്കും. അത് വലിയൊരു ബോധ്യമാണ്. നമ്മളുടെ ചെറിയ ചെറിയ സഹനങ്ങൾ, വേദനകൾ ദൈവചിന്തയോടുകൂടി നമ്മൾ സഹിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ അത് കാഴ്ചവെക്കുമ്പോൾ, ഇന്ന് ഈ ലോകത്ത് ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും എതിരായി
മനുഷ്യൻ ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും പരിഹാരമായി അത് ഈശോയും മാതാവും സ്വീകരിക്കുകയും അങ്ങനെ ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിനും ഒരാശ്വാസമായി മാറുവാൻ നമുക്ക് സാധിക്കും എന്നുമുള്ള ഒരു തിരിച്ചറിവ് കൂടി ഫ്രാൻസിസ്കോയിൽ നിന്ന് ലഭിക്കുകയാണ്. അപ്പൊ ഫ്രാൻസിസ്കോ പറഞ്ഞു, ഞാനിത് പാഴാക്കി കളയില്ല. ഈശോയെയും മാതാവിനെയും ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ ഈ വേദന, എൻ്റെ ഈ സഹനം ഞാൻ കാഴ്ചവെക്കും. പിന്നീട് ഫ്രാൻസിസ്കോ പറഞ്ഞു, അടുത്തതായി ഞാൻ എൻ്റെ ഈ വേദന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കും. ആത്മാക്കൾ ഇനി നഷ്ടപ്പെട്ടു പോകരുതെന്നും ഈ ലോകത്തിലുള്ള ഓരോ ആത്മാവും നിത്യരക്ഷയിൽ എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി എൻ്റെ ഈ വേദന ഞാൻ കാഴ്ചവെച്ച് ആത്മാക്കളെ നേടും. ഇനി മൂന്നാമതായി ഫ്രാൻസിസ്കോ പറഞ്ഞു, ഞാൻ എൻ്റെ ഈ സഹനങ്ങൾ, എൻ്റെ ഈ വേദന ഞാൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി കാഴ്ചവെക്കും. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു സന്ദേശത്തിൽ അമ്മ ഇപ്രകാരം പറയുകയുണ്ടായി, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഈ കൊച്ചുകുട്ടി അത് ഓർത്തിരുന്നു. അവന് ഇത്രമാത്രം വേദനയിലൂടെ കടന്നുപോയെങ്കിലും സഹനങ്ങളിലൂടെ കടന്നുപോയെങ്കിലും മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ആ ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാനിത് മാർപ്പാപ്പയ്ക്ക് വേണ്ടി കാഴ്ചവെക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫ്രാൻസിസ്കോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വലിയൊരു ജ്ഞാനമാണ്. ഇന്ന് സഹനങ്ങളില്ലാത്ത ആരാണുള്ളത്? രോഗമില്ലാത്ത ആരാണുള്ളത്? ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ രോഗികളായിട്ടുണ്ട്, ഇല്ലേ രോഗികളാകും. കാരണം നമുക്കറിയാം, നമ്മുടെ ചുറ്റും മഹാമാരികളൊക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ കരുണയിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും നിമിഷത്തിൽ ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചാൽ എപ്രകാരമാണ് ഈ പകർച്ചവ്യാധിയും മറ്റ് രോഗാവസ്ഥകളുമൊക്കെ കൃപയാക്കി അനുഗ്രഹമാക്കി നമുക്ക് മാറ്റുവാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവാണ് വെറും 9 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഫ്രാൻസിസ്കോയിലൂടെ നമുക്ക് ലഭിക്കുക. അത് ഈശോയെയും മാതാവിനെയും ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ലോകത്തെമ്പാടുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ച് പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും രോഗങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ മാർപ്പാപ്പയ്ക്ക് അനുഗ്രഹമായി മാറുവാൻ, സഭയെ നയിക്കുവാൻ, ലോകത്തെ മുഴുവനും ദൈവസനയിലേക്ക് എത്തിക്കുവാൻ മാർപ്പാപ്പ പരിശ്രമിക്കുമ്പോൾ പ്രിയമുള്ളവരെ, വലിയ തിക്താനുഭവങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും മറ്റെല്ലാവരേക്കാൾ അധികമായി മാർപ്പാപ്പ കടന്നു പോകേണ്ടി വരും. മാർപ്പാപ്പ ചില ആക്രമണങ്ങളെ പോലെ നേരിടേണ്ടി വരും. ആയതിനാൽ മാർപ്പാപ്പയ്ക്കും ഒരനുഗ്രഹമായി നമ്മുടെ വേദനകൾ, രോഗങ്ങൾ ദൈവസന്നിധിയിൽ കാഴ്ചവെച്ചാൽ ദൈവത്തിനത് മാറ്റുവാൻ സാധിക്കും എന്ന ഒരു തിരിച്ചറിവ് കൂടി നമ്മൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഇപ്രകാരം ഫ്രാൻസിസ്കോ ജസീന്തയോട് പറഞ്ഞു, ഞാനിതെല്ലാം കൃപയാക്കി മാറ്റും. ഈ അവസരത്തിൽ പരിശുദ്ധ കന്യകാമറിയം അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ മെയ് മാസം 13-ാം തീയതി മുതൽ ഒക്ടോബർ 13 വരെ പബ്ലിക്കായിട്ട് പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും പിന്നീട് ഈ 3 കുഞ്ഞുങ്ങൾക്കും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മ അവരുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ചില സന്ദേശങ്ങൾ നൽകിയുണ്ടായി. വ്യക്തിപരമായ സന്ദേശങ്ങൾ, പ്രൈവറ്റ് റെവല്യൂഷനിലൂടെ പരിശുദ്ധ അമ്മ ഈ കുഞ്ഞുങ്ങളെ നയിക്കുകയുണ്ടായി. അങ്ങനെ ഈ ഫ്രാൻസിസ്കോ ഇപ്രകാരം വേദനിച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ വേദനയൊക്കെ കൃപയാക്കി മാറ്റുവാൻ ജസീന്ത ആവശ്യപ്പെട്ടപ്പോൾ താൻ എപ്രകാരമാണ് അതൊക്കെ കൃപയാക്കി മാറ്റാൻ പോകുന്നതെന്ന് ജസീന്തയോട് പറഞ്ഞ അവസരത്തിൽ പരിശുദ്ധ കന്യക അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. വേദനിക്കുന്ന ഫ്രാൻസിസ്കോയുടെ അടുത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഫ്രാൻസിസ്കോ, നീ വിഷമിക്കരുത്. കാരണം ഞാൻ അന്ന് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ, നിന്നെയും ജസീന്തയെയും ഞാൻ അധികം താമസിയാതെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന്. എന്നാൽ ലൂസി ദീർഘകാലം എൻ്റെ വിമല ഹൃദയത്തിനോടുള്ള ഭക്തി
ഈ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതുകൊണ്ട് മോനെ ഫ്രാൻസിസ്കോ, നിനക്ക് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള സമയമായി. നിനക്ക് സന്തോഷമാണോ? ഫ്രാൻസിസ്കോ പറഞ്ഞു, എനിക്ക് ഒത്തിരി സന്തോഷമാ. കാരണം എങ്ങോട്ടാ ഞാൻ പോകുന്നത്? സ്വർഗത്തിലേക്കാ, ഈശോയുടെ അടുത്തേക്കാ, അമ്മയുടെ അടുത്തേക്കാ. പിന്നെ ഈ ലോക ജീവിതമൊന്നും അവനൊരു പ്രശ്നമല്ല. അമ്മയുടെ അടുത്ത്, ഈശോയുടെ അടുത്ത് പോയി ജീവിക്കണം. വലിയൊരു സന്തോഷത്താൽ ഫ്രാൻസിസ്കോ നിറയുകയാണ്. പരിശുദ്ധി അമ്മ അപ്പോൾ ജസീന്തയോട് ചോദിച്ചു, ജസീന്ത, ഫ്രാൻസിസ്കോയെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ നിനക്ക് ഒരല്പകാലം കൂടി ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കുമോ? അല്പകാലം കൂടി, മേ ബി 1 വർഷമാകാം, 2 വർഷമാകാം, കുറച്ചു കാലം കൂടി സഹനങ്ങൾ നിങ്ങളെ രണ്ടുപേരും ഒന്നിച്ചല്ല ഞാൻ കൊണ്ടുപോകുന്നത്. ആദ്യം ഞാൻ ഫ്രാൻസിസ്കോയെ കൊണ്ടുപോകും. ഇനി ജസീന്ത, കുറച്ചു നാളും കൂടി നീ ഈ ലോകത്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ? അപ്പൊ ജസീന്ത പറഞ്ഞു, ഞാൻ തയ്യാറാണ്. അങ്ങനെ ജസീന്തയും ആത്മാക്കൾ രക്ഷിക്കാനുള്ള, സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിനുള്ള ഒരു ഉത്തരം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുകയാണ്. ഫ്രാൻസിസ്കോ വീണ്ടും രോഗബാധിതനായി. സ്വർഗത്തിലേക്ക് പോകുവാൻ സമയമായി എന്ന് ഫ്രാൻസിസ്കോയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഫ്രാൻസിസ്കോ തൻ്റെ പിതാവിനോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു, എനിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കണം, എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് കൂദാശകൾ സ്വീകരിക്കണം. ഇപ്രകാരം സഭയിലെ കൂദാശകൾ സ്വീകരിച്ച്, കുമ്പസാരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച് എന്നെ ഒരുക്കി വേണം ഈശോയുടെ സന്നിധിയിലേക്ക് എന്നെ പറഞ്ഞു വിടാൻ. അതുകൊണ്ട് ഞാൻ ദിവ്യകാരുണ്യനാഥനെ എൻ്റെ ശരീരത്തിൽ സ്വീകരിക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്ന് ഫ്രാൻസിസ്കോ ആ കൊച്ചു പ്രായത്തിൽ മരണക്കിടക്കിൽ കിടന്ന് തൻ്റെ പിതാവിനോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പിതാവ് ഫ്രാൻസിസ്കോയുടെ ആഗ്രഹം സ്വീകരിച്ചു. ഫ്രാൻസിസ്കോ നമുക്കറിയാം, പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ 1-2 വർഷങ്ങൾക്ക് മുൻപ് ഫാത്തിമയിൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. മാലാഖ പ്രത്യക്ഷപ്പെട്ട് കരങ്ങളിൽ ദിവ്യകാരുണ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടതും ഈശോയുടെ തിരുശരീരത്വങ്ങൾ അന്തരീക്ഷത്തിൽ നിർത്തി സാഷ്ടാംഗം പ്രണമിച്ച് അവരെ കൊണ്ട് ദിവ്യകാരുണ്യത്തെ ആരാധിപ്പിച്ചതും പിന്നീട് ഈശോയുടെ തിരുരക്തം അവരുമായി പങ്കുവെച്ചതും നമ്മൾ നേരത്തെ എപ്പിസോഡുകളിൽ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പം ഫ്രാൻസിസ്കോയുടെ ജീവിതത്തിൽ ആദ്യ കുർബാന സ്വീകരിച്ചിരുന്നില്ല. ആദ്യമായി ആദ്യ കുർബാന സ്വീകരിച്ചത് മാലാഖയിൽ നിന്നാ. മാലാഖ ഈശോയുടെ രക്തം പങ്കുവെച്ച് നൽകിയാണ് ഈശോയുടെ തിരുരക്തം ആദ്യമായി അവൻ സ്വീകരിക്കുക. സഭയിൽ അങ്ങനെ ആദ്യ കുർബാന അവൻ സ്വീകരിച്ചിരുന്നില്ല. എങ്കിലും കുമ്പസാരിക്കാനുള്ള ആഗ്രഹം ഫ്രാൻസിസ്കോ പ്രകടിപ്പിച്ചു. എന്നിട്ട് കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച്, അതോടൊപ്പം തന്നെ രോഗിലേപനം സ്വീകരിച്ച് സഭയുടെ കൂദാശകൾക്ക് പ്രാധാന്യം നൽകി സുബോധത്തോടുകൂടി ഇവയൊക്കെ സ്വീകരിച്ച് മരിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അങ്ങനെ ഫ്രാൻസിസ്കോയുടെ പിതാവ് ഫ്രാൻസിസ്കോയ്ക്ക് വേണ്ടി ഒരു വൈദികനെ കൊണ്ടുവന്നു. വൈദികൻ വന്ന് ഫ്രാൻസിസ്കോ കുമ്പസാരിച്ചു. അവൻ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല, അവൻ രോഗബാധിതനാണ്. വളരെ വിഷമിച്ചവൻ കുമ്പസാരിച്ചു. ഏത് സമയത്തും അവൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാം എന്നുള്ള ഒരു സാഹചര്യമായി. എന്നാൽ അന്ന് കുമ്പസാരിച്ചതിന് ശേഷം വൈകുന്നേരമായി വൈദികന് ദിവ്യകാരുണ്യം കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ വൈദികൻ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ വന്ന് വിശുദ്ധ കുർബാന നിനക്ക് നൽകാം എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. ആ രാത്രിയിൽ ഫ്രാൻസിസ്കോ ഒരുപാട് കഷ്ടപ്പെട്ടു, പനി മൂർച്ഛിച്ചു. അങ്ങനെ വലിയ സഹനത്തിലേക്ക് അവൻ ആ രാത്രിയിൽ പ്രവേശിക്കുകയാണ്. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ രാത്രി മുഴുവനും ഫ്രാൻസിസ്കോയോട് ഒപ്പം അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ ചേർന്ന് ഇരുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ തൻ്റെ വേദന കൊണ്ട് പിടയുമ്പോഴും ഫ്രാൻസിസ്കോ ഈ വേദനയൊക്കെ കൃപയാക്കി മാറ്റി പിറ്റേന്ന് രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ കാത്തിരുന്നു. അങ്ങനെ ആ രാത്രിയിൽ പ്രാർത്ഥനയിൽ ചിലവഴിച്ച് ആ രാത്രി അതിജീവിക്കുവാൻ ദൈവം ഫ്രാൻസിസ്കോയെ അനുവദിച്ചു. 1919 ഏപ്രിൽ മാസം 4-ാം തീയതി രാവിലെ അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഫ്രാൻസിസ്കോ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് വൈദികനിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഇങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് താൻ സ്വർഗത്തിലേക്ക് പോകുവാനായി
ഒരുങ്ങി ഇങ്ങനെ യാത്രയാകുവാൻ തയ്യാറായിരിക്കുന്ന ഫ്രാൻസിസ്കോയുടെ അടുത്തേക്ക് ലൂസി കടന്നു വരികയാണ്. ലൂസി ഫ്രാൻസിസ്കോയുടെ അടുത്തേക്ക് കടന്നു വന്ന് ഫ്രാൻസിസ്കോയോട് ഇപ്രകാരം പറഞ്ഞു, ഫ്രാൻസിസ്കോ, ഇന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് നീ പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ഈശോയോടും മാതാവിനോടുമുള്ള വലിയ സ്നേഹം നീ അവരെ അറിയിക്കണം. ഞാനിവിടെ ഈശോയോടുള്ള സ്നേഹവും മാതാവിനുള്ള സ്നേഹവും എന്നാൽ ആവുന്ന വിധം ഞാൻ ഈ ലോകത്ത് പ്രചരിപ്പിച്ചു കൊള്ളാമെന്ന് ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നീ ഈശോയോടും മാതാവിനോടും പറയണം. അപ്പോൾ ഫ്രാൻസിസ്കോ പറഞ്ഞു, ഞാൻ തീർച്ചയായും അത് ചെയ്തു കൊള്ളാം. ഇപ്രകാരം പറഞ്ഞ് അവർ അല്പനേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ഫ്രാൻസിസ്കോ മരണക്കട്ടിലിൽ കിടന്നുകൊണ്ട് ലൂസിയുടെ കയ്യിൽ കയറി മുറുകെ പിടിച്ചു. അപ്പോൾ ലൂസിക്ക് മനസ്സിലായി, ഇത് എൻ്റെ ഈ എളിയ സഹോദരനെ അവസാനമായി കാണുന്ന നിമിഷമാണ് എന്ന്. ലൂസിക്ക് കരച്ചിൽ വന്നു. അവൾ കരയുവാനായിട്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി. ഉടനെ തന്നെ ലൂസി ചിന്തിച്ചു, ഞാനിപ്പോൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞാൽ അത് ഫ്രാൻസിസ്കോയ്ക്ക് ബുദ്ധിമുട്ടാകും. ഈ അവസരത്തിൽ ഞാൻ ഫ്രാൻസിസ്കോയെ ധൈര്യപ്പെടുത്തണം. അതുകൊണ്ട് ലൂസി പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്വയം നിയന്ത്രിച്ച് ഫ്രാൻസിസ്കോയെ ധൈര്യപ്പെടുത്തി സ്വർഗത്തിലേക്ക് പോകുവാനായി അവനെ ഒരുക്കുകയുണ്ടായി. തൻ്റെ സഹോദരൻ സ്വർഗത്തിലേക്ക് പോകുവാൻ തയ്യാറായി കഴിഞ്ഞുവെന്ന വിവരം അറിഞ്ഞ് ജസീന്തയും അവനെ കാണുവാനായിട്ട് ഓടി ആസ്പത്രിയിലേക്ക് വന്നു. ഇത്രയും നാളും തന്നോട് കൂടെ ദൈവം ചേർത്ത് വെച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ തങ്ങൾക്ക് പരിശുദ്ധ അമ്മ ദർശനം നൽകിയപ്പോഴൊക്കെ തങ്ങളെ കൂട്ടിച്ചേർത്ത് പരിശുദ്ധ അമ്മയോട് ചേർത്ത് പിടിച്ച ഈ സഹോദരൻ ഇനി ഞങ്ങളെയെല്ലാം വിട്ട് സ്വർഗത്തിലേക്ക് പോവുകയാണല്ലോ. അതന്നെ സ്വർഗത്തിലേക്ക് പോകുന്നുവെന്നുള്ള സന്തോഷമുണ്ടെങ്കിലും എൻ്റെ സഹോദരൻ തന്നെ വിട്ട് പോവുകയാണല്ലോ എന്ന ആ യാഥാർത്ഥ്യം ജസീന്തയെ ഒരുപാട് വേദനിപ്പിച്ചു. അങ്ങനെ ജസീന്ത ഓടി ഫ്രാൻസിസ്കോയുടെ അടുത്തെത്തി. അവൻ്റെ അടുത്തിരുന്ന് അവനെ ആശ്വസിപ്പിക്കാനായിട്ട് അനിയത്തിയാണെങ്കിലും തന്നാലാവുന്ന വിധം പരിശ്രമിച്ചു. എന്നാൽ ഫ്രാൻസിസ്കോ വളരെ സുസ്മേരവിധേയനായി. പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക അനുഭവം അവനുണ്ട് എന്ന ഒരു തിരിച്ചറിവോട് കൂടി തന്നെ ആ ഒരു യാത്രയ്ക്ക് വേണ്ടി അവൻ സന്തോഷത്തോടു കൂടി തയ്യാറെടുത്തിരിക്കുക. ചുറ്റുമുള്ളവർ വിങ്ങിപ്പൊട്ടുന്നുണ്ട്. എന്നാൽ ഫ്രാൻസിസ്കോയ്ക്ക് ഒരു പ്രത്യേക ചൈതന്യം, ഒരു ഊർജം, ഒരു സ്വർഗീയ അനുഭവം അവരെല്ലാവരും കാണുകയുണ്ടായി. ജസീന്ത അടുത്ത് വന്ന് ഫ്രാൻസിസ്കോയോട് പറഞ്ഞു, ഫ്രാൻസിസ്കോ, നീ ഈശോയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ എന്നെ പരിശുദ്ധ അമ്മ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് നൽകിയൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. എന്താണ് ആ ഉത്തരവാദിത്വം? അല്പകാലം കൂടി ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി നീ സഹനങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കാൻ തയ്യാറാണോ എന്ന് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നപ്പോൾ അമ്മ ചോദിച്ചില്ലേ? ആ ചോദ്യത്തിന് ഞാൻ തയ്യാറാണ് ഉത്തരം പറഞ്ഞു. നീ ഈശോയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയോട് നീ പറയണം, ഞാൻ അതിന് തയ്യാറാണെന്നും ഞാൻ ഇനിയും എന്തൊക്കെയാണോ അമ്മ എന്നോട് ആവശ്യപ്പെടുന്നത് അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നും. എത്ര നാള് പരിശുദ്ധ അമ്മ ഞാൻ ഈ ലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ, വെറുതെയല്ല, ഞാൻ സഹനങ്ങൾ ഏറ്റെടുക്കും, ത്യാഗങ്ങൾ ഏറ്റെടുക്കും, വേദന ഏറ്റെടുക്കും, ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കും. ദൈവം ആഗ്രഹിക്കുക അത്രയും കാലം, പരിശുദ്ധ അമ്മയിലൂടെ ദൈവം എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത് അത്രയും കാലം ഞാൻ ഈ ലോകത്ത് ജീവിച്ച് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാണെന്ന് കൂടി നീ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയോട് ഈശോയോടും പറയണമെന്ന് ജസീന്ത ഫ്രാൻസിസ്കോയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഫ്രാൻസിസ്കോ അതെല്ലാം സ്വീകരിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ സന്നിധിയിലേക്ക് പോകുവാൻ ഫ്രാൻസിസ്കോ തയ്യാറായി. അന്ന് രാവിലെ 10 മണി സമയമായപ്പോൾ ഫ്രാൻസിസ്കോയെ പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ ലോകത്ത് ഫാത്തിമയിൽ വളരെ നിർണായകമായ സന്ദേശങ്ങൾ നൽകുവാൻ തിരഞ്ഞെടുത്ത ഫ്രാൻസിസ്കോ എന്ന ആ ബാലനെ തൻ്റെ 10 വയസ്സിനുള്ളിൽ ഈ ലോക ജീവിതം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് പരിശുദ്ധ അമ്മ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവനന്ന് 10 വയസ്സായിരുന്നു പ്രായം.
പ്രിയമുള്ള സഹോദരങ്ങളെ, 1917 പരിശുദ്ധ അമ്മ നൽകിയ ഒരു വാഗ്ദാനമാണ് ഇവിടെ പൂർത്തിയാക്കുക. എന്താണ് ആ വാഗ്ദാനം? ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഫ്രാൻസിസ്കോയെയും ജസീന്തയെയും ഞാൻ അധികം താമസിയാതെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നും ലൂസി ഈ ലോകത്ത് അല്പകാലം കൂടി, ദീർഘകാലം കൂടി ജീവിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള വാഗ്ദാനം ഫ്രാൻസിസ്കോയുടെ മരണത്തോടു കൂടി ഫാത്തിമയിലെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം ആരംഭിക്കുകയാണ്. ആദ്യമായി പരിശുദ്ധ അമ്മ നൽകിയ, ഫാത്തിമയിൽ നൽകിയ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ഫ്രാൻസിസ്കോയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിലൂടെ അമ്മ അവിടെ നിർവഹിക്കുക. ഫ്രാൻസിസ്കോയുടെ മരണശേഷം ഫാത്തിമയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ ആ ദേവാലയ സെമിത്തേരിയിൽ ഫ്രാൻസിസ്കോയുടെ മൃതശരീരം അവിടെ സൂക്ഷിച്ചു. ഫ്രാൻസിസ്കോയുടെ മൃതശരീരം അന്തോണീസ് പുണ്യാളന്റെ സെമിത്തേരിയിൽ അടക്കം ചെയ്തു. പിന്നീട് പ്രിയമുള്ള സഹോദരങ്ങളെ, 1952 ഫ്രാൻസിസ്കോയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഫാത്തിമയിലെ ഇപ്പോൾ നമ്മൾ കാണുന്ന ബസിലിക്കയുടെ അടിയിലുള്ള ഭൂഗർഭ ചാപ്പലിലേക്ക് മാറ്റുകയും ഇന്നും അവിടെ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ഈ കൊച്ചു ബാലനിലൂടെ പരിശുദ്ധ അമ്മ ഈ ലോകത്ത് വളരെ വലിയ ഒരു സന്ദേശമാണ് നൽകിയിരിക്കുക. എത്ര ചെറുപ്രായത്തിലാണെങ്കിലും സ്വർഗത്തിൻ്റെ ഓരോ ദൂതും ഏറ്റെടുക്കുവാൻ സാധിക്കുമെന്നും സ്വർഗം നൽകിയ ദൂത് ഏറ്റെടുത്ത് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളോട് സഹകരിച്ചു കഴിയുമ്പോൾ സ്വർഗം ഉറപ്പാണ് എന്നും, ഇനി ഈ കൊച്ചു പ്രായത്തിൽ പോലും സഹനങ്ങളും വേദനകളും രോഗങ്ങളും ഏറ്റെടുത്ത് ദൈവചിന്തയോടുകൂടി സഹിച്ച് കാഴ്ചവെക്കുമ്പോൾ അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അതെല്ലാം ഉപകരിക്കപ്പെടുമെന്നുമുള്ള ഒരു ഉറപ്പ് ഫ്രാൻസിസ്കോയുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാത്തിമയിലെ ഈ കൊച്ചു ബാലൻ്റെ ജീവിതം മാതൃകയാക്കി എടുത്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ്കോ നമുക്ക് പറഞ്ഞു തന്ന ആ 2-3 കാര്യങ്ങളുണ്ടല്ലോ. എൻ്റെ വേദന ഞാൻ ആദ്യം ഈശോയെയും മാതാവിനെയും ആശ്വസിപ്പിക്കുകയും കാഴ്ചവെക്കും. ഇന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങളും ഞാനും ചിന്തിക്കുന്ന കാര്യം ഇപ്രകാരമാ സഹോദരങ്ങളെ. നമുക്കൊക്കെ ഇത്രയും പ്രായമായി. ഈ പ്രായത്തിൽ നമ്മുടെ ഈശോയെയും മാതാവിനെയും ആശ്വസിപ്പിക്കാനായി നമ്മൾ ബോധപൂർവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും സഹനങ്ങൾ, ഏതെങ്കിലും ദുരിതങ്ങൾ, ഏതെങ്കിലും രോഗങ്ങൾ ഞാൻ ഒരുപക്ഷെ ആ രോഗാവസ്ഥയെയോ ദുരിതങ്ങളെയോ പഴിക്കുന്നതിന് പകരം ഇത് ഞാൻ എൻ്റെ ഈശോയെയും മാതാവിനെയും ആശ്വസിപ്പിക്കാനായി ദൈവത്തിൽ കാഴ്ചവെക്കാൻ വെക്കുന്നുവെന്ന് നാം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നൊന്ന് ഓർത്തെടുക്കുന്നത് ഉചിതമാണ്. ഇപ്രകാരം ഈശോയെയും മാതാവിനെയും അവരുടെ വേദനയിൽ നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ച് ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ്കോയിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു സന്ദേശം, പാപികളുടെ മാനസാന്തരം നമ്മുടെ സഹനങ്ങൾ, ത്യാഗങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് കൂടി ഫ്രാൻസിസ്കോയുടെ ജീവിതം നമുക്ക് ലഭിക്കുകയാണ്. ഇനി മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ ലോക ജീവിതത്തിൽ ഈ ലോകത്തെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മാർപ്പാപ്പയ്ക്ക് വേണ്ടി സഹിക്കുവാനും സഹനങ്ങൾ കാഴ്ചവെക്കുവാനും നമുക്ക് കടമയുണ്ട് എന്ന ഒരു തിരിച്ചറിവ് കൂടിയല്ലേ ഫ്രാൻസിസ്കോയുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുക. ആയതിനാൽ ഫ്രാൻസിസ്കോയോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരു സഹനങ്ങളും പാഴായി പോകാതെ എല്ലാം കൃപയാക്കി മാറ്റുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ.
നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. Tres pastores